ഇന്ന് മാർച്ച് 25, 2026. കേരളത്തിലെ സ്വർണ്ണവില വീണ്ടും ശക്തമായ ഉയർച്ചയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ ചെറിയ ഇടിവിന് പിന്നാലെ ഇന്ന് വിപണിയിൽ വലിയ കുതിപ്പാണ് കണ്ടത്. ഇപ്പോൾ സ്വർണം വീണ്ടും സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ മുന്നേറുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാം അടിസ്ഥാനത്തിലും പവൻ അടിസ്ഥാനത്തിലും വേർതിരിച്ചു നോക്കാം. 22 ക്യാരറ്റ് സ്വർണം 22K ഗോൾഡ് 1 ഗ്രാം 13,445 രൂപ. ഇന്നലെ 13,100 രൂപ ആയിരുന്നു. 345 രൂപയുടെ വർധനവ്. 1 പവൻ 8 ഗ്രാം 1,75,600 രൂപ. ഇന്നലെ 1,04,800 രൂപ. 2,760 രൂപ ഉയർന്നു. 24 ക്യാരറ്റ് സ്വർണം 24K ഗോൾഡ് 1 ഗ്രേ ഗോൾഡ് 1 ഗ്രാം 14,667 രൂപ. ഇന്നലെ 14,291 രൂപ. 376 രൂപയുടെ വർധനവ്. 1 പവൻ 1,17,336 രൂപ. ഇന്നലെ 1,14,328 രൂപ. 3,008 രൂപയുടെ കുതിപ്പ്. 18 ക്യാരറ്റ് സ്വർണം 18K ഗോൾഡ് 1 ഗ്രാം 11,001 രൂപ. ഇന്നലെ 10,719 രൂപ. 282 രൂപ. രൂപ ഉയർന്നു. 1 പവൻ 88,008 രൂപ. ഇന്നലെ 85,752 രൂപ. 2,256 രൂപ. വർധനവ്. വെള്ളിവില 1 ഗ്രാം 260 രൂപ. ഇന്നലെ 250 രൂപ. 10 രൂപ ഉയർന്നു. 1 കിലോ 26,000 രൂപ. സ്ഥിരതയോടൊപ്പം ചെറിയ വർധനവ് കാണിക്കുന്നു. പ്ലാറ്റിനം 1 ഗ്രാം 5,961 രൂപ. ഇന്നലെ 5,550 രൂപ. 411 രൂപ ഉയർച്ച. 1 പവൻ 47,688 രൂപ. ഇന്നലെ 44,400 രൂപ. 3,288 രൂപ. ശക്തമായ വർധനവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പവൻ വില 99,480 രൂപ വരെ താഴ്ന്നിരുന്നു. പക്ഷേ ആ ഇടിവ് അധിക നേരം നിലനിന്നില്ല. അതേ ദിവസത്തിൽ തന്നെ സ്വർണം വീണ്ടും 1,00,000 രൂപ കടന്നുയർന്നു. ഇപ്പോൾ വീണ്ടും ശക്തമായ അപ് ട്രെൻഡിലാണ് സ്വർണം. ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും രാജ്യാന്തര തലത്തിൽ സമാധാന പ്രതീക്ഷ ഉയർന്നതുമാണ് വിപണിയിൽ വലിയ മാറ്റമുണ്ടാക്കിയത്. രാജ്യാന്തര എണ്ണവില ബാരലിന് $100 താഴെയായി. US ഡോളർ ഇൻഡെക്സ് 99.29 ആയി താഴ്ന്നു. ഇത് രണ്ടും സ്വർണത്തിന് അനുകൂലമായ സാഹചര്യമാണ്. കൂടാതെ ഗോൾഡ് ETF-കൾ വീണ്ടും നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. സുരക്ഷിത നിക്ഷേപം എന്ന വിശ്വാസം വീണ്ടും ശക്തമാകുകയാണ്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,573 ഉയർന്നു. ഒരു ദിവസത്തിൽ തന്നെ $172 വർധനവ് രേഖപ്പെടുത്തി. ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ കേരളത്തിൽ പവൻ വില വീണ്ടും 1,10,000 രൂപ കടക്കാൻ വലിയ സാധ്യതയുണ്ട്. അതിനാൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇനി വില കൂടുതൽ ഉയരാൻ സാധ്യതയുള്ള സമയമാണിത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.